കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഒട്ടേറെ നടിമാരാണ് പീഡന ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. യുവ നായികമാർ മുതൽ മുതിർന്ന നായികമാർ വരെ തങ്ങളുടെ കൈപ്പേറിയ അനുഭവങ്ങളെ കുറിച്ചാണ് സംസാരിക്കുന്നത്. എന്നാൽ ഇത്തരം സംഭവങ്ങൾ മലയാള സിനിമയിൽ മാത്രമല്ല അന്യഭാഷകളിലും നടക്കുന്നുണ്ടെന്നാണ് പല നടിമാരും പറയുന്നത്. സിനിമാ സെറ്റിലെ കാരവനിൽ ഒളിക്യാമറയുണ്ടെന്ന ആരോപണം തെന്നിന്ത്യയിലെ മുതിർന്ന നടിമാരിൽ ഒരാളായ രാധിക ശരത് കുമാർ ഉന്നയിച്ചത് അടുത്തിടെയാണ്. ഇപ്പോൾ അതിന് പിന്നാലെ നടൻ കമൽഹാസനെതിരെയും ഗുരുതര ആരോപണങ്ങളാണ് രാധിക ഉയർത്തുന്നത്. ചുംബന രംഗങ്ങളിൽ അഭിനയിച്ച് പ്രശസ്തനായ ഒരു നടൻ തന്നെയും സഹോദരിയെയും ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ നിർബന്ധിച്ചതായി രാധിക പറഞ്ഞു. നടൻ കമൽഹാസനെ കുറിച്ചായിരുന്നു നടിയുടെ ആരോപണം. കമൽഹാസൻ സിനിമകളിൽ സാധാരണയായി ചുംബന രംഗങ്ങൾ ഉണ്ടാകും. യുവാക്കളെ ആകർഷിക്കാൻ ഇത്തരം രംഗങ്ങൾ സിനിമയിലിടാൻ നിർമ്മാതാക്കൾക്കും സംവിധായകർക്കും താല്പര്യമുണ്ട്. ഒരു കാലത്ത് കമൽഹാസൻ സിനിമകളിൽ ചുംബന രംഗങ്ങൾ ഉണ്ടാകണമെന്നത് ചട്ടമായിരുന്നു. ചില നടിമാർ ചുംബന രംഗങ്ങളിൽ എതിർപ്പില്ലാതെ അഭിനയിക്കാറുണ്ട്. എന്നാൽ ചിലർ കമൽഹാസന്റെ സിനിമകളിൽ അഭിനയിക്കാത്തത് ആ രംഗങ്ങളെ പേടിച്ചാണ്. ഇത്തരം ചുംബന രംഗങ്ങളിൽ അഭിനയിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് സിപ്പിക്കുൾ മുത്തത്തിന് ശേഷം അദ്ദേഹത്തോടൊപ്പമുള്ള സിനിമകളിൽ അഭിനയിക്കുന്നത് നിർത്തിയതെന്നും രാധിക പറഞ്ഞു. സിനിമകളിലെ ചുംബന രംഗങ്ങളിൽ ചുണ്ടുകൾ അമർത്തി ചുംബിക്കാറുണ്ടായിരുന്നു. ഞാൻ മാത്രമല്ല, എന്റെ സഹോദരിയും ഇതുപോലെ പീഡിപ്പിക്കപ്പെട്ടു. എന്നാൽ ഞാൻ അത് നിർത്തിയപ്പോൾ ചിലർ എതിർത്തു. പിന്നീട് പല അവസരങ്ങളും നഷ്ടമായി, രാധിക പറഞ്ഞു. ചുംബന രംഗവുമായി ബന്ധപ്പെട്ട് കമൽഹാസനെതിരെ മുൻപും ആരോപണങ്ങൾ ഉയർന്നിരുന്നു.